ഇറ്റാലിയൻസിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിന്റെ പേരാണ് മോക്ക പോട്ട്. ഇറ്റാലിയൻസ് ആർ ജനറലി ഒബ്സസ്ഡ് വിത്ത് ദെയർ ഫുഡ്, കൾച്ചർ, പിന്നെ അവരുടെ കോഫി ഉണ്ടാക്കാനുള്ള ഒരു മെഷീൻ കണക്കുള്ള സാധനമാണ് മോക്ക പോട്ട്. എൻ്റെ ഡെഫിനിഷൻ ഇത്തിരി ബോറായോ എന്നറിയില്ല, പക്ഷെ മോർ ഓർ ലെസ് ഫോർ മീ ഇറ്റ് സൗണ്ട്സ് ലൈക്ക് ദാറ്റ്. ഇതൊക്കെയാണ് ഈ മോക്ക പോട്ടിന്റെ പാർട്സ്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ഞാൻ കാണിച്ചുതരാം. നമ്മൾ ഈ യൂസ് ചെയ്യുന്ന നോർമൽ നെസ്കഫെ ബ്രൂ അങ്ങനത്തെ ഒന്നും കോഫി പൗഡർ അല്ല അവരിതിന് യൂസ് ചെയ്യുക. ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ കോഫി പൗഡർ ഉണ്ട്. ഇതുപോലെയുള്ള മീഡിയം ഫൈൻ ഗ്രൈൻഡ് ആയിട്ടുള്ള കോഫി പൗഡറാണ് യൂസ് ചെയ്യുക. ഫിൽറ്റർ കോഫി പൗഡറൊന്നും ഇതിൽ യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. ആദ്യം തന്നെ ഇതിലേക്ക് വെള്ളം ഫില്ല് ചെയ്യാം. സോ അവിടെ ഒരു റിങ് പോലെയുള്ള ഒരു മാർക്ക് കണ്ടോ, അവിടെ വരെ വേണമെങ്കിൽ നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഫിൽറ്റർ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ കോഫി പൗഡർ ഇടണം. എന്നിട്ട് അതൊന്ന് ലെവൽ ചെയ്യണം. ഫുള്ള് വേണ്ടവർക്ക് ഫുൾ ഇടാം, മീഡിയം വേണ്ടവർക്ക് മീഡിയം ഇടാം. യൂഷ്വലി ഇവിടെയൊക്കെ ഉള്ളവർ കോഫി അഡിക്റ്റഡ് ആയതുകൊണ്ട് തന്നെ 3/4 അല്ലെങ്കിൽ ഫുൾ ലെവൽ വരെ ഇത് ഫില്ല് ചെയ്യും. എന്നിട്ട് ഇത് ഇതുപോലെ ടൈറ്റൻ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഇത് റെഡി ആയാൽ നമുക്ക് ഗുഡുഗുഡു എന്നുള്ള സൗണ്ട് കേൾക്കാം. അപ്പം നമുക്ക് മനസ്സിലാവും ഇതുപോലെ കോഫി ഇതിൻ്റെ മേലത്തെ ലെയറിലേക്ക് വരാൻ വേണ്ടി തുടങ്ങി എന്നുള്ളത്. അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി മധുരം വേണ്ടവർക്ക് മധുരം ഇടാം. ഇനിയിപ്പോൾ പാലൊഴിക്കേണ്ടവർക്ക് പാലൊഴിക്കാം. അത് വേണ്ടാണ്ട് കുടിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. സോ ഇങ്ങനെയാണ് ഇവിടെയുള്ളവർ കോഫി ഉണ്ടാക്കുക. ഇവിടെയുള്ളവർ ഒരു ദിവസം ഒരു 5 കോഫിയെങ്കിലും കുടിക്കും. അതും നോർമലൊന്നുമല്ല, സൂപ്പർ സ്ട്രോങ് ആയിട്ടുള്ളതാണ് ഇവർ കുടിക്കുക. ഇനി കോഫിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇത് വൃത്തിക്ക് കഴുകി വെക്കാന്ന് വെച്ചാലോ, ഒരിക്കലും പാടുള്ള കാര്യമല്ല. കഴുകാൻ പാടില്ല എന്നല്ല, സോപ്പിട്ട് കഴുകാൻ വേണ്ടി പാടില്ല. ഇത് ജസ്റ്റ് പ്ലെയിൻ വാട്ടർ കൊണ്ട് മാത്രമേ കഴുകാൻ പാടുള്ളൂ. അതിപ്പോൾ എത്ര കറ പിടിച്ച പോലെയാണെങ്കിലും അല്ലെങ്കിൽ എത്ര കോഫി സ്മെൽ ഉണ്ടെങ്കിലും ഇവർ പറയുന്നത് എത്രത്തോളം നമ്മൾ കോഫി ഉണ്ടാക്കുന്നോ അല്ലെങ്കിൽ എത്രത്തോളം അതിൻ്റെ ആ ഒരു സ്മെല്ല് അതിലുണ്ടാവുന്നതോ അത് അത്രത്തോളം നല്ലത് എന്നുള്ള രീതിക്കാണ്. എങ്ങാനും നമ്മൾ അറിയാണ്ടെങ്ങാനും ഇവിടുന്ന് ഇത് കഴുകി വെച്ചാൽ സോപ്പിട്ടിട്ട് അത് മതി. എന്തൊക്കെ കാര്യങ്ങളല്ലേ ഇവരൊരു ഗ്ലാസ് കോഫി ഉണ്ടാക്കാൻ വേണ്ടി കാണിക്കുന്നത്. എന്താണെങ്കിലും എനിക്കിതിവിടെ വന്നിട്ട് അറിയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അറിയെങ്കിൽ പറയണേ.